ഹായ് യോൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റിനെ പറ്റി പറയാനാണ് കേട്ടോ. കുറേ നാളുകൾക്ക് മുമ്പ്, എനിക്കൊന്ന് ലാസ്റ്റ് ഡിസംബറിൽ ഞാൻ ഒരു പ്രോഡക്റ്റിന്റെ റിവ്യൂ പോലെ ഞാൻ യൂസ് ചെയ്തിട്ട് ഒരു റിവ്യൂ പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ വിചാരിച്ചതിലും കൂടുതൽ ആൾക്കാർ ആ വീഡിയോ കാണുകയും അതിനെപ്പറ്റി സ്റ്റിൽ ഇന്നും ആ വീഡിയോ ആൾക്കാർ കാണുകയും അതിനെപ്പറ്റി ഡൗട്ട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചില്ല അത്രയും ആൾക്കാർക്ക് ഈ പ്രോഡക്റ്റിനെ പറ്റി അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ അത്രയും ഡൗട്ട് ഉള്ള ഒരു സംഭവം ആയിരിക്കുമെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ലോങ് വീഡിയോ നിങ്ങളുടെ ഡൗട്ടും എന്റെ ഒരു ഡീറ്റെയിൽഡ് ആ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാവുന്ന. പ്രോഡക്റ്റ് വേറെ ഒന്നുമല്ല, ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, ഞാൻ എന്റെ പൈസ കൊടുത്ത് വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടുള്ള എന്റെ ഒരു റിവ്യൂ ആണ് കേട്ടോ. പ്രോഡക്റ്റ് വന്നിട്ട് നമ്മുടെ ഈ കോട്ടാരിൽ ക്രീമാണ്. കാണുന്നുണ്ടോ? ഈ പ്രോഡക്റ്റിനെ പറ്റി എന്നോട് കുറെ ആൾക്കാർ ഡൗട്ട് ചോദിക്കുന്നുണ്ട്. ഞാൻ അന്ന് ഇട്ട ആ ഷോർട്ട് വീഡിയോയിലാണ് കൂടുതൽ ആൾക്കാർ ഡൗട്ട് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി നിങ്ങൾക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം. ഞാൻ ഇത് എങ്ങനെയാണ് വാങ്ങിച്ചത്, എന്തുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്, ഇത് യൂസ് ചെയ്തിട്ട് എന്തൊക്കെ എങ്ങനെയാണ് എനിക്ക് റിസൾട്ട് കിട്ടിയത്, പിന്നെ ഇത് എങ്ങനെ യൂസ് ചെയ്യണം, അതേപോലെ എവിടെയൊക്കെ അവൈലബിൾ ആണ്, വാങ്ങിക്കാൻ എവിടെയൊക്കെ അവൈലബിൾ ആണ്, പിന്നെ ഇതിന്റെ ഗുണങ്ങളൂടെ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പം ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചത് എന്ന് പറയാം. എന്റെ കാലില് കുറേ കാലമായിട്ട് നല്ല വിണ്ടുകീറലുണ്ടായിരുന്നു. കാല് നല്ല പോലെ നമ്മുടെ ഈ നമ്മളെന്താ പറയുന്നേ, വിണ്ട് കീറിട്ട് നല്ല സ്ക്രാച്ച് പോലെ വന്ന് നല്ല കട്ടിയായിട്ട് ഇരിക്കുവായിരുന്നു എന്റെ കാലിന്റെ ഉപ്പൂറ്റിയുടെ ആ ഒരു പോർഷൻ. അപ്പൊ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ചെരുപ്പൊക്കെ ഇടുമ്പോഴും അല്ലെങ്കിൽ പുറത്തൊക്കെ പോകുമ്പോൾ എന്റെ കാലാരേലും ശ്രദ്ധിച്ചാൽ ഭയങ്കര വൃത്തിയേടല്ലേ, ഇങ്ങനെ ഒരു തോട്ട് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ എപ്പം വീട്ടിൽ പറഞ്ഞാലും അമ്മ പറയുന്നത് നിനക്ക് വൃത്തിയില്ലാഞ്ഞിട്ടാണ്, പോയി കാലൊരച്ച് കഴുകുക. ഞങ്ങൾ കാലൊക്കെ ഉരച്ച് കഴുകുമ്പോഴായിരുന്നു ഇതൊക്കെ മാറും, കാല് നല്ലോണം ഉരച്ച് കഴുകിയാൽ മതി, ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, പോയി കല്ലിലിട്ട് കാലൊക്കെ ഉരച്ചൊരച്ച് തൊലി പോകുന്നതല്ലാതെ എനിക്ക് വേറെ ഒരു ഗുണവും അതുകൊണ്ട് ഉണ്ടായില്ല. അങ്ങനെയാണ് ഞാൻ ഈ പ്രോഡക്റ്റിലേക്ക് എത്തുന്നത്. ഞാൻ റീൽസ് ഒക്കെ കണ്ട്, കാരണം ഞാൻ എപ്പോഴും നോക്കും ഇത് മാറാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി നോക്കി എനിക്ക് പിന്നീട് എന്റെ സജഷനിൽ വന്ന ഒരു പ്രോഡക്റ്റ് ആണിത്. ഒരുപാട് പേര് പോസിറ്റീവ് റിവ്യൂ ഇടുന്ന കണ്ടും വലിയ അത്യാവശ്യം എന്താ പറയുക വലിയ റേറ്റ് ഇല്ലാത്ത ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് വാങ്ങിക്കണം എന്നൊക്കെ കുറെ നാള് വിചാരിച്ചു. പിന്നെ വാങ്ങിക്കാതെ വിട്ടു. അവസാനം എനിക്ക് ഈ എന്റെ കാലിന്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് തന്നെ മടുപ്പായിട്ട്, ശരി പൈസ പോകുന്നെങ്കിൽ പോകട്ടെ, ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചത്. വാങ്ങിച്ച് ഒരു 3 വീക്സ് ഞാൻ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തു. ആ 3 വീക്സിൽ എനിക്ക് നല്ല ഡിഫറൻസ് ഫീൽ ചെയ്തു കേട്ടോ. ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യുമെന്ന്. എന്റെ ആ വിണ്ട് കീറല് ഒരു 75% മാറി. സത്യം പറയാലോ, അത്ര 75% എന്ന് തന്നെ പറയണം. അത്രയ്ക്കും നല്ല ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഞാൻ ഒരു മാസം കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തു. അപ്പോഴത്തേക്കിന് എന്റെ ആ കാലിന്റെ വിണ്ട് കീറല് കംപ്ലീറ്റ്ലി ഒരു മാസം കൊണ്ട് മാറുകയും അവിടെ നല്ല സ്മൂത്ത് ആവുകയും ചെയ്തു. ഇപ്പം ഈ വിണ്ടുകീറലൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ കാൽ എത്ര കട്ടിയായിട്ട് ഭയങ്കര ഡ്രൈ സ്കിൻ ആയിരിക്കും. ഈ ഒരു പ്രോഡക്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. നിങ്ങളുടെ ഡ്രൈ സ്കിന്നിനെ സ്മൂത്തൻ ചെയ്യാനും നിങ്ങളുടെ സ്കിൻ പിഗ്മെന്റഡ് ആണെങ്കിൽ അതിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനും ഈ പ്രോഡക്റ്റ് അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം ഞാൻ പിഗ്മെന്റേഷൻ ഉദ്ദേശിച്ചത്, ഇപ്പൊ പലർക്കും ഈ കൈയുടെ ഈ വിരലിന്റെ ഈ ഒരു പോർഷനിലൊക്കെ ഭയങ്കര പിഗ്മെന്റഡ് ആയിരിക്കും. അതുപോലെ മുട്ടിന്റെ ബാക്കിലൊക്കെ ഭയങ്കര പിഗ്മെന്റഡ് ആയിരിക്കും ചിലപ്പം സ്കിന്ന്. ഈ സ്കിന്നിന്റെ പിഗ്മെന്റേഷൻ ഒക്കെ ഒന്ന് കുറയ്ക്കാൻ ഈ പ്രോഡക്റ്റ് അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാൻ കൂടുതലും ഞാൻ പറഞ്ഞല്ലോ എന്റെ കാലിന്റെ ആ ഒരു വിണ്ട് കീറൽ അല്ലെങ്കിൽ ആ ഡ്രൈനെസ്സിന് വേണ്ടിയാണ് ഞാൻ യൂസ് ചെയ്തത്. പക്ഷെ എനിക്ക് അറിയാവുന്ന കുറെ പേര് ഇത് പിഗ്മെന്റേഷന് വേണ്ടി യൂസ് ചെയ്തിട്ട് നല്ല ഡിഫറൻസ് വന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറയട്ടെ, വിണ്ട് കീറലിന് ഞാൻ യൂസ് ചെയ്തപ്പം എനിക്കൊരു ഒരു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 3 വീക്സിനുള്ളിൽ നല്ല ഡിഫറൻസ് ഫീൽ ചെയ്തു. പക്ഷെ നിങ്ങൾ അതേസമയം പിഗ്മെന്റേഷന് വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത്
കുറച്ചധികം സമയം എടുക്കും. ഇപ്പൊ 1 മാസം കൊണ്ട് എന്റെ കാലിന്റെ വിണ്ടുകീറൽ ഫുള്ള് മാറിയെങ്കിൽ പിഗ്മെന്റേഷന് വേണ്ടിയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടെ സമയം എടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ് കേട്ടോ. മേ ബി എല്ലാവരുടെയും സ്കിൻ ടൈപ്പ് ഒക്കെ ഡിഫറെന്റ് ആണ്. പക്ഷെ എന്തായാലും ഇത് റിസൾട്ട് തരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ യൂസ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും ഉറപ്പ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ ഈ പ്രശ്നം വേറൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്കിനി ഇത് പാരമ്പര്യമൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് മാറുമോ എന്ന് എനിക്കറിയില്ല. പാരമ്പര്യമല്ലാതെ ഉള്ള വല്ല ഇഷ്യൂസ് ആണെങ്കിൽ ഇതുകൊണ്ട് മാറുമെന്ന് ഞാൻ ഉറപ്പ് തരാം. കാരണം എനിക്ക് അത്രയും ഞാൻ ഹോം റെമഡീസ് ഒക്കെ നോക്കിയിട്ടാണ് ഈ പ്രോഡക്റ്റിലോട്ട് എത്തിയത്. ഈ പ്രോഡക്റ്റിന് വലിയ പ്രൈസ് ഒന്നുമില്ല കേട്ടോ. ഒരു 143 150 രൂപയ്ക്ക് അകത്തെന്തോ അങ്ങാണ്ടേ ഉള്ളൂ എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ റേറ്റ് മറന്നുപോയി. എന്തായാലും നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം അഫോർഡബിൾ റേഞ്ചിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്തത്, ഏത് സമയത്താണ് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ എന്നും രാത്രി കിടക്കുന്നതിന് മുമ്പ് കാലിൽ നല്ല പോലെ അപ്ലൈ ചെയ്തിട്ട് കിടക്കുമായിരുന്നു. ഞാൻ രാവിലെ ഒന്നും ഒരു നേരമേ യൂസ് ചെയ്തുള്ളൂ, ദിവസവും ഒരു നേരം, രാത്രി മാത്രം. കാരണം രാവിലെ ആവുമ്പോഴും ഞാൻ ഓഫീസിലൊക്കെ പോകുന്നത് കൊണ്ട് കാലിലൊക്കെ പൊടി ആവുകയും അത് എഫക്ട് ചെയ്യാത്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ രാത്രിയിൽ കാല് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് കാലിന്റെ ആ ഉപ്പൂറ്റിയുടെ ആ ഒരു പോർഷനിൽ നല്ലപോലെ അപ്ലൈ ചെയ്തിട്ട് കിടക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇന്നും ഞാൻ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ എപ്പോഴും ഞാൻ നൈറ്റ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അതേപോലെ രാത്രിയിൽ കിടക്കുന്ന സമയത്ത് എന്റെ സ്കിൻ കുറച്ച് ഡ്രൈ സ്കിൻ, അപ്പം ഞാൻ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഇത് അപ്ലൈ ചെയ്ത് ഒരു മോയ്സ്ചറൈസർ ആയിട്ട് കാലിലും കയ്യിലും ഒക്കെ ഇത് അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പം കുറച്ചുകൂടെ സ്മൂത്ത് ആക്കുന്ന പോലെ, എന്റെ സ്കിൻ ഒന്ന് സ്മൂത്ത് ആക്കുന്ന പോലെ എനിക്ക് തോന്നും. പിന്നെ കുറെ പേര് ഞാൻ ഈ വീഡിയോ ഇട്ടപ്പം അതിന്റെ അകത്ത് ഡൗട്ട് ആയിരുന്നു എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. എന്റെ അഭിപ്രായത്തിൽ ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങളുടെ ഒരു ഡ്രൈ സ്കിൻ ആണ് എങ്കിൽ ഇത് കുറച്ചുകൂടെ നല്ല പോലെ എഫക്ട് ചെയ്യും. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ സ്കിന്നിനെ സ്മൂത്തൻ ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ്. നിങ്ങളുടെ ഡ്രൈനെസ് ഒക്കെ പോകാൻ ഏറ്റവും പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണിത്. അപ്പം ഡ്രൈ സ്കിൻ ആണെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ ഓയിലി സ്കിൻ അല്ല, എന്റെ ഡ്രൈ സ്കിൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ എല്ലാ സ്കിൻ ടൈപ്പിനും ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് പേര് ചോദിച്ചു മുഖത്ത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ മുഖത്ത് യൂസ് ചെയ്യാറില്ല. പക്ഷെ ഞാൻ കുറെ നോക്കി, എന്താ പറയുന്നത്, ഈ ഗൂഗിളിലായാലും ചാറ്റ് ജിപിയോടൊക്കെ ചോദിച്ചു. അപ്പൊ എല്ലാവരും ഫേസിൽ യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറിനെ അല്ലെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് അവരോട് ചോദിച്ചിട്ട് ഫേസിൽ യൂസ് ചെയ്യുക. കാരണം നമ്മുടെ ഫേസിൽ പെട്ടെന്ന് എല്ലാം ഒന്നും എഫക്റ്റ് ആകണം എന്നില്ല. അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് വല്ല റാഷസോ പിമ്പിൾസോ ഒക്കെ പെട്ടെന്ന് വന്നാലോ, അല്ലെങ്കിൽ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. എന്തായാലും ഫേസിൽ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഡോക്ടറിനെ കണ്ടിട്ട് തന്നെ യൂസ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഡയറക്റ്റ് എടുത്ത് ഫേസിൽ യൂസ് ചെയ്യണ്ട. പിന്നുള്ള ഒരാൾ ചോദിച്ചു പ്രഗ്നൻസി സമയത്ത് യൂസ് ചെയ്യാമെന്ന്. എനിക്കറിയില്ലത് പ്രഗ്നൻസി സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ സ്റ്റിൽ ഈ പ്രോഡക്റ്റ് നിങ്ങൾ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ നമ്മൾ ഒരു മെഡിസിൻ കഴിക്കുമ്പോൾ പോലും നമ്മൾ ഡോക്ടറിനോടൊക്കെ ചോദിച്ചിട്ടായിരിക്കുമല്ലോ കഴിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അത് ഡോക്ടറിനോട് ചോദിച്ചിട്ട് തന്നെ യൂസ് ചെയ്യുക. പ്രഗ്നൻസി സമയത്തൊക്കെ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ. പിന്നെ ഇതിന് സ്മെല്ലുണ്ടോ എന്ന് കുറച്ച് പേര് ചോദിച്ചു. ഭയങ്കര ഹാർഷ് സ്മെല്ലാണോ, ചിലർക്ക് സ്മെല്ല് പറ്റില്ലെന്നൊക്കെ പറഞ്ഞു. ഇതിന് അങ്ങനെ വലിയ എന്താ പറയുക കുത്തുന്ന സ്മെല്ലൊന്നുമില്ല. ഒരു നല്ല മണം കേട്ടോ. മണമില്ലെന്നും ഞാൻ പറയുന്നില്ല, ഒരു നല്ല മണമുള്ള ഒരു സാധനം. നല്ല മണമാ, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എനിക്ക് മണം ഭയങ്കര ഇഷ്ടമുള്ള കൂടുതൽ. അപ്പം ഇത് ഒരുപാട് കുത്തുന്ന പോലെ ഭയങ്കര സ്ട്രോങ് സ്മെല്ല് അങ്ങനൊന്നും ഇല്ല. എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു മൈൽഡ് ആയിട്ടുള്ള സ്മെല്ലാണ്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി എനിക്ക് പറയാനുള്ള. പിന്നെ ഒരു കാര്യം, സോറി ഞാൻ ഇങ്ങനെ മറന്നു പോന്നു. പിന്നെ ഉള്ള ഒരു കാര്യം, എല്ലാരും ചോദിച്ചു എന്നോട് തന്നെ, എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഈ പ്രോഡക്റ്റ് എവിടെ കിട്ടുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതുകൊണ്ട് പറഞ്ഞു മെഡിക്കൽ ഷോപ്പിൽ കിട്ടും, പോയി വാങ്ങിച്ചോന്ന്. അപ്പൊ കുറെ പേര് നോക്കിയിട്ട് മെഡിക്കൽ ഷോപ്പിൽ കിട്ടുന്നില്ല, നീ ഞങ്ങൾ വാങ്ങിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണോ അങ്ങനെയെന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെയല്ല, എനിക്കറിയില്ല, എപ്പോഴും എല്ലാ സ്റ്റോക്കും അവൈലബിൾ ആയിരിക്കത്തില്ലല്ലോ. ഇത് നിങ്ങൾക്ക് ഇനി മെഡിക്കൽ ഷോപ്പിൽ കിട്ടുന്നില്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ടിൽ ഇത് അവൈലബിൾ ആണ്. ഈ പ്രോഡക്റ്റിന്റെ പേര് അടിച്ചു കൊടുത്താൽ മതി, നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് കിട്ടും. കോട്ടാരി. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. മിന്ത്ര
പർപ്പിൾ ഇതിലൊക്കെ അവൈലബിൾ ആണോ എന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഉപയോഗിക്കുക, ഉപയോഗിച്ചിട്ടുള്ളവരാണെങ്കിൽ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഇതെങ്ങനെയൊക്കെയാണ് റിസൾട്ട് തന്നത് എന്ന്. ഞാൻ സത്യം പറഞ്ഞാൽ ഇതിന് എനിക്കൊരു നെഗറ്റീവ് പറയാൻ എനിക്കില്ല. വളരെ കുറച്ച് എമൗണ്ട് എടുത്ത് യൂസ് ചെയ്താൽ മതി. കാരണം ഞാൻ ഇത് ലാസ്റ്റ് ഡിസംബർ തൊട്ടം കണ്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയ ഒരു പ്രോഡക്റ്റാ. ഇന്നും ഇതിൽ ബാക്കിയുണ്ട്. പിന്നെ ചിലർക്കൊരു ഡൗട്ട് കാണും, ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് പിന്നെ ഇനിയിപ്പൊ എന്റെ പ്രശ്നം മാറിക്കഴിഞ്ഞു കണ്ടിന്യൂസ് യൂസ് ചെയ്തില്ലെങ്കിൽ പിന്നെ ആ പ്രശ്നം തിരിച്ചു വരുമെന്ന് വെച്ചാൽ. പക്ഷെ അങ്ങനെ ഒരു കുഴപ്പമില്ല കേട്ടോ. നിങ്ങളിപ്പം ഈ പ്രോഡക്റ്റ് കുറെ നാൾ യൂസ് ചെയ്തിട്ട് ഇടയ്ക്ക് വെച്ച് നിങ്ങളുടെ പ്രശ്നം മാറിയിട്ട് നിങ്ങൾ നിർത്തിയാലും ഇത് നിങ്ങൾക്ക് എന്താ തിരിച്ചു വരാനൊന്നും പോകുന്നില്ല. അപ്പൊ ഞാൻ ആദ്യം ഒരു 1.5 മാസം കറക്റ്റ് യൂസ് ചെയ്തു. പിന്നെ എന്റെ വിൻഡീറിലൊക്കെ മാറി, ഡ്രൈനസ് ഒക്കെ മാറിയതിൽ പിന്നെ ഞാൻ വല്ലപ്പോഴും രാത്രിയിൽ ഉപയോഗിക്കാറുള്ളൂ. ഞാൻ ചിലപ്പോൾ മറന്നു പോകും ഉപയോഗിക്കാന്. പിന്നെ എനിക്ക് ഭയങ്കര ഡ്രൈ ആയിട്ട് എന്റെ സ്കിൻ ഡ്രൈ ആയിട്ടൊക്കെ തോന്നുവാണെങ്കിൽ ഞാൻ വീണ്ടും ഒന്നുകൂടെ അപ്ലൈ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളൂ. അല്ലാതെ സ്ഥിരം ഉപയോഗിക്കണം എന്ന് ഒരു നിർബന്ധമില്ല. സ്ഥിരം ഉപയോഗിച്ചില്ലെങ്കിൽ പഴയ പടി ആകും കാലും കൈയും എന്നൊന്നും ആരും വിചാരിക്കേണ്ട. ഇത് അങ്ങനെ ഒരു പ്രശ്നമുള്ള പ്രോഡക്റ്റ് അല്ല. അപ്പം ഈ പ്രോഡക്റ്റിനെ പറ്റി എല്ലാം എനിക്കറിയാവുന്ന എല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇത്രയൊക്കെയാണ് എനിക്ക് ഈ പ്രോഡക്റ്റിനെ പറ്റി അറിയാവുന്നതും എന്റെ എക്സ്പീരിയൻസും. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഉറപ്പായിട്ടും എന്റെ പോലെ വിണ്ടുകീറലും കൈക്കും കാലിനും ഇതുപോലെ പിഗ്മെന്റേഷൻ ഡ്രൈനെസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് ഇതൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എഫക്റ്റ് കിട്ടുമെന്ന് എനിക്ക് എന്തോ ഒരു ഉറപ്പ്. കാരണം ഞാൻ എനിക്ക് എല്ലാ പ്രോഡക്റ്റും നല്ല റിസൾട്ട് തരാറില്ല. ഇത് എനിക്ക് റിസൾട്ട് തന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഞാൻ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരണോ വീഡിയോയില്, നിങ്ങൾ പറഞ്ഞാലേ എനിക്ക് അറിയത്തുള്ളൂ. ഈ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വേണ്ട സമയമാണ്. അപ്പൊ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ stay happy guys. Bye.